പരിശുദ്ധമായ യൗമുൽ ജുമുഅയിലാണ്. വ്യാഴാഴ്ച അസർ മുതൽ ജുമുഅക്ക് വേണ്ടിയുള്ള ഒരുക്കം പൗരാണികരായ മഹാന്മാരിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ അവരെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ച പറയാറുള്ളത് പോലെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ആത്മീയ ദുരന്തങ്ങളിൽ പ്രഥമമായതും പ്രധാനമായതും വെള്ളിയാഴ്ചയെ ഗൗനിക്കുന്നത് കളഞ്ഞു എന്നതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ലൈറ്റായി വരിക, ജുമുഅയെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക എന്നത്. സത്യത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ കഴിഞ്ഞാലോ എന്നാഗ്രഹിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നഖങ്ങളൊക്കെ മുറിച്ച് നീക്കാനുള്ളതൊക്കെ നീക്കി വൃത്തിയാക്കാനുള്ളതൊക്കെ വൃത്തിയാക്കി കുളിച്ച് അണിഞ്ഞൊരുങ്ങിയിരുന്ന ആളുകളെ പോലും ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. റജബ് മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ അൽ ഇമാമുൽ ആളം എന്ന മഹത്തായ സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിനെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, സ്ഥാനം ഏറ്റെടുക്കാത്തതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് വെള്ളിയാഴ്ച കടന്നു വന്നപ്പോൾ വ്യാഴാഴ്ചയിൽ തന്നെ അവർ നഖം മുറിച്ച് വൃത്തിയായി വെള്ളിയാഴ്ച രാവിലെ തന്നെ കുളിച്ച് അണിഞ്ഞൊരുങ്ങി പുതിയ വസ്ത്രവും തുണിയുമൊക്കെ ധരിച്ച് ജയിലിന്റെ ഗേറ്റിങ്ങിൽ വന്നു നിന്നു എന്നാണ്. പുറത്തു പോകാൻ കഴിയില്ല എന്നറിയാം. അഥവാ കഴിഞ്ഞാൽ ജുമുഅക്ക് പങ്കെടുക്കണം എന്ന നിയ്യത്തിൽ ജയിലിന്റെ ഗേറ്റിങ്ങില് രാവിലെ തന്നെ വന്നു നിന്നു. ജുമുഅയുടെ സമയം വരെ മഹാനായ ഇമാമിനെ പുറത്ത് പോവാൻ സമ്മതിച്ചില്ല. അവസാനം ജുമുഅ കഴിയുന്നവരെ അവിടെ നിന്ന് ലാസ്റ്റ് കരഞ്ഞോണ്ട് അള്ളാഹിനോട് ഇതായിരുന്നു, പഠിച്ചവനെ, ഞാൻ കുളിച്ച് വൃത്തിയായി അണിഞ്ഞൊരുങ്ങി ജുമുഅക്ക് പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി മണിക്കൂറുകൾ അവിടെ നിന്നതാണ്. പോകാൻ കഴിയാത്തത് എൻ്റെ കാരണമല്ല. അതുകൊണ്ട് ഇന്ന് ജുമുഅക്ക് നേരത്തെ പങ്കെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ എഴുതണേ എന്ന് പറഞ്ഞ് കരഞ്ഞു. പോകാൻ കഴിയില്ല എന്ന് തോന്നുമ്പോഴും അവർ ചെയ്യുന്ന അമലുകളാണ്. കാരണം നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഖുർആന്റെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച അയാൾ സാന്ദർഭികമായി എല്ലാ വെള്ളി പ്രഭാതത്തിലും ഒരു ഉണർത്തൽ നടത്തുന്നത് നട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധം തങ്ങി നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. വെള്ളിയാഴ്ച വന്നു പോകുന്നൊന്നും പലരും അറിയുന്നില്ല. പിന്നെ ജുമുഅക്ക് വരുന്ന കുറെ ആളുകൾ പലരും വരുന്ന സമയത്ത് യാന്ത്രികമായി വരിക എന്ന അവസ്ഥയിലേക്ക് താഴ്ന്നിരിക്കുന്നു. വെള്ളിയാഴ്ചയുടെ മഹത്വത്തെ സൂചിപ്പിച്ച് പറഞ്ഞ ശ്രദ്ധേയമായ ഹദീസുകളിലെ ഭാഷ അത്ഭുതമാണ്. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ മുഹമ്മദ് മുസ്തഫ. ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം വെള്ളിയാഴ്ച എന്നുള്ളതിന് അങ്ങനെ പറയണ്ട. ഖൈറുൽ അയ്യാമി യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വാക്കുകൾ എളുപ്പമായി കിട്ടും, അർത്ഥം റെഡിയാണ്, അർത്ഥത്തിനൊരു കുഴപ്പമില്ല. ഖൈറുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ്. ഗ്രാമറിലും പ്രശ്നമില്ല, അർത്ഥത്തിലും പ്രശ്നമില്ല. പക്ഷെ ഉപയോഗിച്ചത് അങ്ങനെയല്ല. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യനെ നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും പവിത്രമായത് വെള്ളിയാഴ്ചയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ കല്യാണത്തിന് വരോ, ആകാശത്തിന്റെ ചുവട്ടിലും ഭൂമിയുടെ മുകളിലും ഞാൻ എന്ന മനുഷ്യനുണ്ടെങ്കിൽ വന്നിരിക്കുന്ന അതിന്റെ അർത്ഥം എന്താ? അല്ല, അതിനൊരു അർത്ഥല്ലേ? ഈ കല്യാണത്തിന് വരുമെന്ന് വെച്ചാൽ ഞാൻ വരാന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവൻ പറയാണ് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യനെന്ന് ഞാൻ ഉണ്ടെങ്കിൽ വന്നിരിക്കുന്നു പറഞ്ഞാൽ ഇനി വന്നിട്ടില്ലെങ്കിൽ അവനൊന്നിനും പറ്റൂല. അതതിന്റെ അർത്ഥം, അതാണ് അതിന്റെ അർത്ഥം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ശൈലിയാണ് ഇതിലെടുക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന നാള്, അങ്ങനൊന്നും പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമുണ്ട്, എന്നാലേ തലേക്ക് കയറുള്ളൂ. അതെങ്കിലും പറഞ്ഞ് വെള്ളിയാഴ്ചയുടെ മഹത്വം ഖൽബിന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന നാളുകളിൽ ഏറ്റവും മഹത്തമായത് വെള്ളിയാഴ്ചയാണ്. ഈ വാക്ക് ചെവിട് കൊടുക്കാതിരുന്നാൽ ഉമ്മത്തിന് വലിയ ഗുണം ഉണ്ടാവില്ല. ഇത് ലീഡർ പറഞ്ഞാണ്, ഇത് ക്യാപ്റ്റൻ പറഞ്ഞാണ്.
അതുകൊണ്ട് ആ ശൈലിയെ നമ്മൾ മുഖവിലക്കെടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാത്തിനും ബാധിക്കും, ഒരു സംശയ കാര്യത്തിലില്ല. വെള്ളിയാഴ്ചയുടെ ഹദീസുകളൊക്കെ ആകെ കണക്കൂട്ടി പഠിച്ചാൽ ലാസ്റ്റ് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒറ്റ വാക്ക് ഞാൻ ഈ വെള്ളിയാഴ്ച പറയാം. വെള്ളിയാഴ്ചയുടെ മഹത്വമൊക്കെ കൂടി ആകെ ആറ്റിക്കുറിക്ക് പഠിച്ചു വെച്ചാൽ ലാസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു ഗോരോചനാദി ഗുളിക ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ല? ഞാനും മൂപ്പരൊക്കെ ഇന്നലെ വയനാട്ടിലെ വയത് ഇതായിരുന്നു ഡ്രൈവർ. ഡ്രൈവിംഗ് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ, ഡ്രൈവിംഗ് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാ അതവുകളുള്ള ഡ്രൈവിംഗ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നിട്ട് ഞങ്ങൾ മഞ്ഞൊക്കെ കൊണ്ടിട്ട് അവിടെ എത്തിയത്. എനിക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിർത്തും. ഉറക്കം വരണ്ടോ? ആരപ്പ എന്നോട് ചോദിച്ച് ജോർഗം കൊണ്ടല്ലേ ഉറക്കം വരണ്ടോ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, രണ്ടിന്റെ കൂടെ കൂട്ടിക്കൂടെ? നിങ്ങൾക്ക് പ്രശ്നം, ആരും പ്രശ്നം. നേരം സമയം വൈകണ്ട. സുബ്ഹാനന്റെ ഞാൻ പറഞ്ഞേ വിട്ട്. അതെ വാക്കെന്നെ പിടിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയുടെ മഹത്വമൊക്കെ കൂടി അറിയിക്കുന്ന വാക്കുകളെല്ലാം കൂടി, ഹദീസുകളൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയാൽ അതിന്റെ ഒരുപാട് ഹദീസുകൾ അറിഞ്ഞ് മനസ്സിലാക്കി ഒരു മുത്താലിം എന്ന നിലയിൽ ലാസ്റ്റ് അതിനൊരു ഗുളിക രൂപത്തിലാക്കിയാൽ ഇങ്ങനെ പറയാൻ കഴിയും: വെള്ളിയാഴ്ച സകല നാശങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന വജ്ര ദിവസമാണ്. ദോഷങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു വെച്ച കവചമാണ് യൗമുൽ ജുമുഅ. അതാണ് അസർ മുതൽ, വ്യാഴാഴ്ച അസർ മുതൽ തുടങ്ങുക പണി. നഖം മുറിക്കുക. നഖം എങ്ങനെ മുറിക്കണ്ടേ? കട്ടർ കിട്ടിയാലാണ്ട് മുറിക്കണ്ടല്ലേ? എങ്ങനെ മുറിക്കണ്ടേ? ഞങ്ങളോ നഖം മുറിക്കണ്ട എങ്ങനെയാണ്? ഇവിടുന്ന് തുടങ്ങുക. വലത്തെ കൈയിന്റെ തണ്ടാമരലിൽ അവിടെ തുടങ്ങുക. ഇങ്ങനെ വന്നിട്ട് ചെറുവിരൽ വരെ, എന്നിട്ട് വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ മുതൽ തുടങ്ങിയിട്ട് ചെറുവിരൽ വരെ, പിന്നെ തണ്ടാമരൽ. ഓക്കെ? ഇടത്തെ കൈയിന്റെ ചെറുവിരൽ മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് തണ്ടാമരൽ വരെ. ഇപ്പൊ കൈ കഴിഞ്ഞു. നഖം മുറിക്കണതിന് മുമ്പും കൈ കഴുകൽ സുന്നത്താണ്, കഴിഞ്ഞതിന് ശേഷം കൈ കഴുകൽ സുന്നത്താണ്. കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ആളുകൾ കഴുകും. എന്താ വെച്ചാല് അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് ഉണ്ടാകും എന്ന് ഉസ്താദ്മാര് പറയലുണ്ട്. അതുകൊണ്ട് എങ്ങനെയായാലും കഴുകലുണ്ട്. ഉണ്ടാവും, വെള്ളപ്പാണ്ട് ഉണ്ടാവും. എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ശരീരത്തിൽ മൊത്തം വെള്ളപ്പാണ്ട് ഇടക്ക് വന്നു. ഒരുപാട് ചികിത്സിച്ചു. ഞാൻ ചോദിച്ചപ്പോ നഖം മുറിച്ചിട്ട് മാന്തനാളാ. വെള്ളപ്പാണ്ട് ഒന്നും എന്തായിന്? ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും. അത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് നഖം മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ കഴുകാറുണ്ട്. മുറിക്കുന്നതിന് മുമ്പും കൈ കഴുകൽ നല്ലതാണ്, മുറിച്ചു കഴിഞ്ഞാലും കൈ കഴുകാൻ സുന്നത്താണ്. അപ്പൊ വലത്തെ കൈ കഴിഞ്ഞു. ഇനി ഇടത്തേത് നമ്മൾ ഇടത്തെ കൈ പറഞ്ഞല്ലോ, ചെറുവിരൽ മുതൽ തണ്ടാംവിരൽ വരെ അവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചു കളയാം. വലത്തെ കാല് ചെറുവിരൽ മുതൽ തുടങ്ങിയിട്ട് ഇടത്തെ കാലിന്റെ ചെറുവിരൽ വരെ, അങ്ങനെ അതിന്റെ ക്രമം. അല്ലാത്ത രൂപത്തിൽ മുറിച്ചാൽ നരകത്ത് പോകുന്നല്ല കേട്ടോ. അതിന്റെ രീതി മര്യാദ അങ്ങനെയാണ്. അത് വ്യാഴാഴ്ച മുതൽ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച അതിരാവിലെ തന്നെ കുളിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരണം. കാരണം വരുന്നതിന്റെ തൊട്ടുമ്പ് കുളിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആയാൽ ആ മനുഷ്യൻ അടുത്തൊരു വെള്ളിയാഴ്ചന്റെ അടിയിൽ കാര്യമായ തോന്നിയാസൊന്നും ചെയ്യൂല, കാര്യമായ നാശം അവനിട്ട് ബാധിക്കൂല. കാര്യമായ തോന്നിയാസൊന്നും ചെയ്യൂല. അഥവാ ഒരു തോന്നിയാസത്തിന്റെ സാഹചര്യം വന്നാലും ഓടുന്നു മാറും. കാരണം ഈ ഒരുക്കവും ഈ വരവും അവന്റെ ഹൃദയത്തിൽ ഒരു ബോധമെന്ന ഇന്ധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവന് ആപത്തിന്റെ ഗർത്തങ്ങളിൽ വീഴുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു തത്വം: നേരത്തെ പോവുക, നേരത്തെ പങ്കെടുക്കുക, സൂറത്തുൽ കഹ്ഫ് ഓതുക. ഒക്കെ അടുത്ത് പോയി ഇഖാമത്തിന് അവന്റെ ചവിട്ടിയിൽ കാലുവരുത്തുന്ന കാലായി. ഇഖാമത്തിന്റെ സമയത്ത് ചവിട്ടിയിൽ കാലുവരുത്തിയാൽ അള്ളാന്റെ ഇടയിൽ നീ ജുമുഅക്ക് പങ്കെടുത്ത പേരുണ്ടാവൂല. ഇഖാമത്തിന്റെ സമയത്ത് ചവിട്ടിയിൽ കാലുവരുത്തിട്ട് ജുമുഅക്ക് 2 റക്അത്ത് നിസ്കരിക്കാനായിട്ട് കയറി വന്നാൽ പടച്ചോന്റെ ഇടയിൽ എന്തുണ്ടാവൂല? ജുമുഅക്ക് പങ്കെടുത്ത ലിസ്റ്റിൽ ഉണ്ടാവൂല. എന്തുകൊണ്ട്? ഖുത്ബ തുടങ്ങിയ മലക്കുകൾ അവ കേൾക്കാൻ വന്നിരിക്കും. ഓല് പിന്നെ എഴുത്ത് നിർത്തും. കല്യാണ പാർട്ടിക്ക് പോകുമ്പോ ചോറ് കഴിഞ്ഞിട്ട് ചെമ്പ് കാലിയായിട്ട് പോയിട്ട് കാര്യമില്ല, വയന്നും കെട്ടനെ പോരാ. കാരണം അതിനൊരു സമയം വെച്ചിട്ടുണ്ട്, അപ്പൊ പോണം.
എന്നാ എനിക്ക് കിട്ടാത്തതെന്ന് വെച്ചിട്ട് കാര്യമില്ല. അവിടെ കാലിയായിട്ട് പോയിരുന്നിട്ട് കാര്യമുണ്ടോ? ഖുത്ബ തുടങ്ങിയാൽ മലക്കുകളെ എത്തിർത്തും. കാരണം ഓൽക്ക് വലുത് ഖുത്ബയാണ്. ഓല് ഖുത്ബ വെക്കാൻ വന്നിരിക്കും. പിന്നെ വരുന്നവരൊന്നും ഏടില് വീഴൂല. നമ്മളെ സ്കൂൾ കുട്ടികളുടെ കാര്യമൊക്കെ ഇപ്പൊ നാളെ വെള്ളിയാഴ്ച ആഖിറത്തിൽ വിളിക്കുമെന്നുള്ള കാര്യത്തിൽ കഷ്ടാണ്. നാളെ ഏതൊക്കെ സ്കൂൾ കുട്ടികളുണ്ടായാലും വന്നിട്ട് ഇവിടെ അല്ല വേറെ സ്ഥലത്ത് ഒന്നായിട്ട് വന്ന് രണ്ടാമത്തെ റക്അത്തിൽ അത്തയ്യാത്തിൽ ഇമാമിന്റെ കൂടെ ഇരുന്ന് പിന്നെ 2 റക്അത്ത് ഒരു നിസ്കരിച്ചിട്ട് സലാം വീട്ടിപ്പോയി. ജുമയും കിട്ടൂല, ളുഹറും കിട്ടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ വേറെ ചില കുട്ടികൾ തിരുത്തി കൊടുത്താലോ? അങ്ങനെ ആകുമ്പോ ശരിയാവൂലല്ലോ. അപ്പൊ ഇരുന്ന് സലാം വീട്ടിപ്പോയ കുട്ടികൾ പറഞ്ഞാൽ അതന്നെ ഞങ്ങൾ ഒതുകൊടുക്കാതെ കയറിയതുകൊണ്ട് കിട്ടിയതാ, അല്ലെങ്കിൽ അതും കിട്ടൂല. നമ്മളെ കുട്ടികളെ ജുമയും നിസ്കാരമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അത്തയ്യാത്തന്നെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞത് ഔദലിന്റെ അവിടേക്ക് പോവാതെ നേരിട്ട് കണ്ട് കയറിയതുകൊണ്ടാണ്. ഒതുകൊടുക്കാൻ നിന്നാ അതും കിട്ടൂല അറിഞ്ഞാലോ. നമ്മളെ കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പൊ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ആദ്യം കുറെ കുട്ടികൾക്കാണ് അന്നം കൊടുത്ത് നമ്മൾ പോറ്റുന്നത്. ഇവരൊക്കെ തടിമാടന്മാരായി വളർന്നു വലുതായാൽ ഇവരെ കൊണ്ട് ദുന്യാവില ഒരു ഗുണം ഉണ്ടാവില്ല, ആഖിറത്തിൽ ഒരു ഖൈറുണ്ടാവില്ല എന്നല്ല, എല്ലാ ഹലാക്കും വരില്ലെന്നാ വരിക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ തള്ളി പറയണത്, എല്ലാ വെള്ളിയാഴ്ചയും തള്ളി പറയണ ഈ തൊള്ളോണ്ട് വേറെ പറയാനില്ലാത്തോണ്ടല്ല. ഇത് ഏതെങ്കിലും ഒരാളെ തലക്ക് ക്ലിക്കായാൽ അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടും. എവിടുന്ന്? ആഖിറത്ത്. വേറെ ഒന്നിനല്ല ഈ പറയണത്. ഉറപ്പാണ് ആരെങ്കിലൊക്കെ തലയെ കയറുമെന്ന് എനിക്കറിയാം. അപ്പൊ അൽഹംദുലില്ലാ, നാളെ ആഖിറത്തിന് അള്ളാഹ് തരികയാണെങ്കിൽ അവരുടെ ഔദാര്യം കൊണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് രക്ഷപ്പെടാമല്ലോ. അതാണ് ഇടക്കിടക്ക് ഇങ്ങനെ പറയണത്. അപ്പൊ ഈ വെള്ളിയാഴ്ചയുടെ ഗൗരവം നമ്മുടെ തലയിൽ ഉണ്ടാവണം. ഇന്ന ഫീ യൗമിൽ ജുമുഅത്തി ലസഅ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ ആ സമയമായിട്ട് പ്രാർത്ഥനയിൽ യോജിച്ചു വരൂല. ഇല്ലാ അഅതാഹുല്ലാഹു ഇയ്യാ. അവൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് അള്ളാഹു അവന് കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അത് കൊടുത്തിരിക്കുന്നതാണ്, കട്ടായമാണ്, ഒരു സംശയത്തിന് സ്പേസ് ഇല്ല. അപ്പൊ ഏതാണ് ആ സമയം, ഏതാണ് ആ സമയം എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടില്ല. അതാവാ ഇതാവാ അവിടെ ആവാ ഇവിടെ, ഇതെങ്ങനെ പറഞ്ഞ എന്താ, എല്ലാ സമയവും അതാവാമെന്ന സാധ്യത വെച്ചുകൊണ്ട് ദുആ നിരന്തരമായി ആവർത്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയിലൊക്കെ കരഞ്ഞ് ദ്വാരക്കുന്ന ഗ്രാമീണരൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. പള്ളിയിൽ നേരത്തെ ഒരു കരഞ്ഞോണ്ട് ദ്വാരക്കും. അതൊക്കെ ഇപ്പൊ എടുത്തു കളഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ കാര്യം, സലാത്തിന്റെ കാര്യം ഇടയ്ക്കൊക്കെ നമ്മൾ പറയുന്നതാണ്. ഒക്കെ വലിയ വജ്രങ്ങളാണ്, വലിയ പരിചകളാണ്. സലാത്ത് തുറന്നിട്ട വാതിലാണ്. ഹബീബിലേക്ക് അടുക്കാൻ ഈ ലോകത്ത് ബാബുൻ മഫ്തൂഹുമാണ്. അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സ്വലവാതി അലാ നബി വ സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റുത് തമാമി. السلام عليك زين الأنبياء السلام عليك أتقى الأتقياء. മനസ്സറിഞ്ഞിട്ടൊന്ന് ചൊല്ലിയോക്കൂ. അല്ലാഹു 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 അല്ലാഹ്. ലാസ്റ്റ് ശ്വാസത്തിൽ ഇത് പതറാതെ പറഞ്ഞ് സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കണ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. ബോധത്തിൽ തങ്ങിന്ന വർക്ക് തുടങ്ങും, ഉറപ്പാണ്. ഇന്നലെ എൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ നേരത്തെ പോണത് ഒന്നും കരുതരുത്, ആനനെ പേടിച്ചിട്ടാണ്. ആരറിഞ്ഞ്? മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, പ്രസംഗം കഴിഞ്ഞിട്ട് പോവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നേരത്തെ പോണത് എനിക്ക് ആനനെ പേടിയാണ്, അതുകൊണ്ടാ പോണെന്ന് പറഞ്ഞു. അത് കേട്ടോടുകൂടി വാതിന് വന്ന് തിരിച്ചു വരുമ്പോ ഫുള്ളായിട്ട് ഉറങ്ങണ ഒരാളായിരുന്നു ഇന്നലെ കൂടെ ഉള്ളത്. എന്നിട്ട് എത്തണവരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ശരിക്കും ശ്രദ്ധിച്ച്
ഉറങ്ങിയത് എപ്പോഴാന്ന് വെച്ച് ഒരിക്കലും ആന വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തെപ്പോ ഉറക്കം തുടങ്ങി. കാരണം മൊയ്നലി ശാബദങ്ങൾ ഈ വാക്കോട് കൂടി തലയിൽ എന്ത് കയറി? ആന കയറി. പിന്നെ ഇരുന്നങ്ങാണ്ട് ദിക്റും സ്വലാത്തും തന്നെയാണ്. അതാണ് സംഗതി. ഇത് കയറി കിട്ടിയാൽ കഴിച്ചില്ല. ആളെ പറയില്ല ആളിവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇടങ്ങണ്ടിട്ട് നോക്കണ്ടേ, ഞാൻ ബാക്കിലായിരിക്കണേ, ഞാൻ കൂടുതൽ ബാക്കിലായിരിക്കല്. ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളൂ. ഓനെ മുന്നിലേ എത്തിക്കണം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ബാക്കില്ല. അപ്പൊ ഞാൻ അത് കണ്ണാടി കൂടി നോക്കുന്നുണ്ട്. ആ ചൊര ഇറങ്ങി തീർന്ന് അവസാനം വലിയ ടൗണിക്ക് എത്തുന്നവരെ കണ്ണ് വിട്ടിട്ടില്ല. കാരണം എന്താ? തല ആന. അതാണ് തലേക്ക് കയറിയുള്ള നേട്ടം. നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ പറയണൊന്നും തലേക്ക് കയറില്ല. ആദ്യം പറയണോന്റെ തലേക്കും കയറില്ല, എന്നാലല്ലേ കേൾക്കണോന്റേക്ക് കയറുള്ളൂ. കയറി കിട്ടിയാൽ കഴിച്ചില്ലേ. ഞാൻ അറിവുകൊണ്ട് രക്ഷപ്പെടില്ല. അറിവ് അമലും കൊണ്ട് തന്നെ നല്ല രക്ഷപ്പെടുള്ളൂ. അറിവുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുന്നു? എനിക്കൊരു അറിവുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈന് വരുന്ന അറിവുണ്ട്. എന്നിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടാതെ ഇറങ്ങും, അറിവുണ്ട്. പിന്നെ തലേക്കാണ്ട് കയറിയാലല്ല ബോധം. അത് പിന്നെ എന്ത്, അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോ അവിടുന്ന് സിഗ്നൽ കാണിച്ചു SI അവിടെ ഉണ്ട്, അപ്പെടും. ഇപ്പൊ അറിവ് ശരിയായി. നേരത്തെ അറിവാണ് ഇപ്പൊ അത് അമലായി. പിന്നെ അത് SI ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പണിയെടുക്കാൻ തുടങ്ങിയത്. അതാണ് ഈ 3 കാര്യം തുടർന്ന് വരുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സ്വലാത്തിന്റെ വാതിൽ മലർത്തി കൊടുത്തതാണ്. നമ്മളിവിടെ സാന്ദർഭികമായിട്ട് എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് കേട്ടിട്ട് അമല് ചെയ്താൽ എല്ലാവർക്കും സ്വർഗത്ത് പോകും. ഞാൻ എല്ലാം സാന്ദർഭികമല്ല. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തായിരുന്നു ഖുത്ബന്റെ വിഷയം? ദർഗയിലും ദുർഘടമോ. അങ്ങനെ ആന ചവിട്ടിയതാണ് ഇതിന് കാരണം. ഇന്ന് ഖുത്ബയിലെ വിഷയം എന്താ? കാലിഫോർണിയ കരിഞ്ഞ് കാലിയാകുമ്പോൾ. അങ്ങനെ ഓർത്തുക്കണം. ഖുത്ബ അതന്നെ ആയിരിക്കും, പ്രസംഗം അതന്നെ ആയിരിക്കും. പഠിക്കാനുള്ള ഞാൻ ആയത്തോ ഹദീസ് ഓതിയിട്ടല്ലേ ഇതൊക്കെ പറയുന്നത്. ചില ആളുകൾ പറയും കാലിഫോർണിയ കത്തുമ്പോ ആയത്ത് ഓതാൻ പാടില്ല എന്ന്. അത് എന്നോട് ഫോൺ ചെയ്ത് പറയും, ഞാൻ മറുപടി പറയാം. നിങ്ങളൊക്കെ എന്ത് ദീനാ പഠിച്ചതെന്ന് എനിക്കറിയില്ല. സാന്ദർഭികമായ കാര്യങ്ങൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് ആഘോഷിക്കല. പിന്നെ ഖുർആനിൽ അല്ലാഹു തആല എന്തിനായി ആയത്തുകളൊക്കെ വെച്ചത്? എന്നിട്ട് ചിലര് മാനവികത കേട്ടോ ഓവറാക്കുക, ഉണ്ടാൻ പാടില്ല. പിന്നൊക്കെ അള്ളാഹ് എന്തിനാ അത് പറഞ്ഞ മുണ്ടാനല്ലേ? ഫലസ്തീനിലെ ചെറിയ കുട്ടികൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായ ആ ചാരം കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് കയ്യൊട്ടി ചിരിച്ച ആളുടെ കൊട്ടാരം കത്തുന്ന സമയത്ത് അത് ഖുർആനിലിട്ടിട്ട് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോരുത്തരും കണ്ട് ആവുകയാണ്. അതാണ് ഓരോരുത്തരും കണ്ട് മാനവികത ചമയാണ്. ഇങ്ങനൊന്നും പറഞ്ഞുണ്ടാക്കേണ്ട മാനവികത അല്ല മാനവികത. അത് മനസ്സിൽ ഊറി ഉണ്ടാവേണ്ടതാ. ആർക്കാ പൈല് സന്തോഷമില്ല? ആർക്കെങ്കിലും സന്തോഷമുണ്ടോ പൈല്? പക്ഷെ പറയാനുള്ളത് പറയണ്ടേ. ആയത്തിനർത്ഥം വെക്കണ്ടേ? ആയത്തിനർത്ഥം വെക്കണ്ടേ? അത് ആയത്തിനർത്ഥം വെക്കുമ്പോഴേക്ക് ആഘോഷ. ദുബായിൽ കത്തിയാലും നമ്മൾ ആയത്തും ആഘോഷ. രാഷ്ട്രം നോക്കിയിട്ടല്ല, അള്ളാഹു പഠിപ്പിക്കുന്ന പാഠം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും ഉണ്ടാൻ പാടില്ലാത്ത കാലാണ് മാനവികത. മാനവികത തന്നെ എല്ലാവർക്കും ഉള്ളത്. മാനവികത ഒന്നും ഉണ്ടണ്ടാന്ന് അതിനർത്ഥം. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ലാലാലും വരാൻ പറ്റൂല. കാരണം അതിനെതിരെ ഇപ്പൊ ലോകം എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മതങ്ങളും സത്യമാണ് എന്നാണ് പുതിയ ഒരു ട്രെൻഡ്. ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ലാലാലല്ലോ നിർത്തിയ മാനവികതയ്ക്ക് വിരുദ്ധം എന്ന് പറയുക. ഇങ്ങനെ കുറെ മാനവികത പോറ്റുന്ന ആൾക്കാരുണ്ട്. ആദർശം മാറ്റി വെച്ചിട്ടാ മാനവികത പോറ്റല്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിഷയങ്ങൾ പറയലും ആഘോഷവും രണ്ടാണ്. അതാദ്യം മനസ്സിലാക്കിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ ആഘോഷമല്ല. അത് ആഘോഷ സാന്ദർഭികമായിട്ടുള്ള ഉത്ബോധനല്ലേ, അതിന് ആഘോഷം എന്ന് പറയാ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം ഉണ്ടോ? എന്ത് ചോദ്യം ചോദിക്കാം, ഉടനാട്ടി മറുപടി. വലൈക്കും സലാം. കുഴിച്ചു കൊണ്ടുകാണ് വേണ്ടേ? കേട്ടില്ല? കേട്ടില്ല? ഒരാള് പറയും, മനസ്സിലായിട്ടില്ല. ഹൽക്കുൽ മൗത്ത നിങ്ങൾ കുഴിച്ചിട്ടാ മതി. ഹൽക്കുൽ മൗത്തൊന്നും ചെല്ലണ്ട, അത് കുഴിച്ചിട്ടാ മതി. അല്ല ഞാൻ പറഞ്ഞല്ലോ, കുഴിച്ചിട്ടാ മതി. പെണ്ണുങ്ങളതാണെങ്കിൽ കുഴിച്ചിടൽ നിർബന്ധമാണ്. മുടിയാണെങ്കിലും നഖാണെങ്കിലും പെണ്ണുങ്ങളത് കുഴിച്ചിടൽ വുജൂബാണ്, ആണുങ്ങളത് സുന്നത്താണ്. പക്ഷെ കുഴിച്ചിട്ടാ മതി എന്ന് പറഞ്ഞാൽ വലിച്ചേരാൻ പറ്റുമോന്ന് ചോദിച്ചാൽ എന്താ അതിന് അർത്ഥമുള്ളത്? കുഴിച്ചിട്ടാ മതി എന്ന് പറഞ്ഞാൽ വലിച്ചേരണ്ടെന്നല്ല അതിന്റെ അർത്ഥം. എന്തെങ്കിലും ഉണ്ടോ?
നല്ല ചോദ്യം അല്ലെന്നില്ല, സാന്ദർഭമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ എന്തും ചോദിക്കാം. അതും നേരത്തെ പറഞ്ഞാലും തുറന്നിടപ്പെട്ട വാതിലാണ്, എല്ലാ ദിവസവും പറയാൻ നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. ارشاد شهداء الجريان. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവേ, കരുണക്കടലായ റഹ്മാനെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, ഇവിടെ പറഞ്ഞത് കേട്ടത് ഇബാദത്തെടുത്തതെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഇതിന്റെ സവാബ് നീ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ അസ്ഹാബ് ഔലാദ് അസ്വാജിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ മഹദികളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ ഉസ്താദുമാര്, ബന്ധുമിത്രാദികള്, കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ മഹദികൾ മുഅ്മിനീങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. വെള്ളിയാഴ്ച കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ കുല്ലി ഉമൂരിനാ വഫീ മജ്ലിസിനാ ഹാദാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم.